ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്വിഫ്റ്റ് ഡിസയർ 2012 മോഡൽ വണ്ടിയാണ്. അത്യാവശ്യം നല്ല പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ നമ്മൾ റീസ്റ്റോർ ചെയ്ത് എടുക്കാനുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ സ്വിഫ്റ്റിലെ പാച്ചർക്ക് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വണ്ടി സെറ്റിങ്ങൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫെൻഡർ ഡാമേജ് ഉണ്ടായിരുന്നു, അത് പാച്ച് ചെയ്തു. എൻ്റെ മുകളിൽ വെച്ച് വലിച്ചെടുക്കുക ചെയ്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ടും അത് പ്രൈമർ അടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫുള്ളായിട്ട് വരച്ച് കളഞ്ഞിട്ട് ഈ സൈഡ് ഡെൻറ്റുണ്ടായിരുന്നു. ക്വാർട്ടർ ഷേക്ക് ഔട്ടായിരുന്നു ഈ ഭാഗം. പിന്നെ റൂഫുമ്മ ഇവിടെ ഒരു ഡെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ ടോപ്പ് ഭാഗം ഉണ്ടായിരുന്നു. ബാക്ക് ഡിക്ക് ഇവിടെ ഞളക്കുണ്ടായിരുന്നു. അതിലേക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബോഡി പാച്ച് വർക്ക് ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. റണ്ണിങ് ബോർഡ് ഫുള്ളും ഉള്ളിലേക്ക് പോയൊക്കെയായിരുന്നു. അത് ഫുള്ളായിട്ട് തന്നെ വലിച്ചെടുത്തിട്ടുണ്ട്. റണ്ണിങ് ബോർഡ് യൂസ് ചെയ്ത് ഹോളൊന്നും ഇട്ടല്ല വലിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഭയങ്കര ഗ്യാപ്പായിരുന്നു. ഹെഡ്ലൈറ്റിൻ്റെ ഇവിടെയൊക്കെ ഒരുപാട് ഗ്യാപ്പായിരുന്നു. അപ്പോൾ ഇത് ബോണറ്റ് കറക്റ്റായിട്ട് തന്നെ എല്ലാവരെയും നിർത്തിയിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ബോണറ്റുമ്പോൾ പൊട്ടിയുണ്ട്. മാക്സിമം നമ്മളതിപ്പോൾ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ കുറച്ച് കളഞ്ഞ് ലെവലിങ് ചെയ്ത് വേറെ ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഭയങ്കര മങ്ങിയതായിരുന്നു. അപ്പോൾ നമ്മൾ ബസ് കയറി എടുക്കുകയാണ്. ബസ് കയറി നമ്മളുടെ ഡിസയർ കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൻ്റെ ഫ്രണ്ട് ലൈനിങ് കാര്യങ്ങളെല്ലാം ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പായി മാറി കേട്ടോ. ഇതെങ്ങനെയായിരുന്നു ഇതിങ്ങനെയായിരുന്നു ഈ വണ്ടി കേട്ടോ. ഫുൾ ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ടൊരു പാച്ച് വർക്കും കൂടുതലായിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. ഇതിൽ ഫ്രണ്ട് ബമ്പർ റീപ്ലേസ് ചെയ്തു. ഹെഡ്ലൈറ്റ് നമ്മളിത് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, പോളിഷ് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തു. നല്ല മഞ്ഞച്ചിരിക്കുകയായിരുന്നു ഹെഡ്ലൈറ്റ്. മാക്സിമം നമ്മൾ പോളിഷ് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തു. പിന്നെ ഫുൾ പേൾ വൈറ്റ് അടിച്ച വണ്ടി അടിച്ച് സെറ്റ് ചെയ്തു. പിന്നെ അതിൽ ബീഡിങ്ങുകളും കാര്യങ്ങളെല്ലാം പഴയ തന്നെയാണ്, നമ്മളങ്ങനെ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതിൽ ആർസിലൊക്കെ ബ്ലാക്ക് അടിക്കാനുണ്ട്.
അപ്പോൾ ഈ ഒരു കണ്ടീഷനായി മാറിയിട്ട് വണ്ടി. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. ഇനി നമുക്ക് വർക്ക് കഴിഞ്ഞിട്ട് കാണാം. ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് മാച്ചൊക്കെ ഇട്ടിട്ട് കാണാം. അപ്പോൾ നമ്മളുടെ ഡിസൈർ അത്യാവശ്യം പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഡിസൈർ ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ആയി. വണ്ടി ഇപ്പോൾ വൈറ്റിലേക്ക്. അപ്പോൾ അതെ ഫൈനലായിട്ട് കംപ്ലീറ്റ് ആയിട്ടോ. നമ്മളിതിൽ റീപ്ലേസ് പാർട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫ്രണ്ട് ബമ്പർ റീപ്ലേസ് ചെയ്തു, ഫ്രണ്ട് ലൈനിങ് റീപ്ലേസ് ചെയ്തു, മഡ് ഫ്ലാപ്പ്, പിന്നെ ബാക്കിലെ മഡ് ഫ്ലാപ്പ്, ഇത്ര സാധനങ്ങൾ മാത്രം ഈ ഒരു വണ്ടിയിൽ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു ആവശ്യമാണ് എത്ര റൈറ്റായെന്ന് പറയാനായിട്ട്. ഈ വണ്ടി ഫുള്ളായിട്ട് ഇത്രയും ചെയ്ത് വന്നപ്പോൾ 53,000 രൂപയാണ് ടോട്ടൽ എമൗണ്ട് വന്നത് കേട്ടോ. 53,000 വന്നു. ഫുള്ളായിട്ട് പേൾ വെയിറ്റിലേക്ക് അടിച്ചു, ഫ്രണ്ട് ബമ്പർ റീപ്ലേസ് ചെയ്തു, അതുപോലെ തന്നെ ഡെൻറ്റിങ് ഫുള്ളായിട്ട് തീർത്തു, പിന്നെ അതുപോലെ തന്നെ മഡ് ഫ്ലാപ്പ്, ഫ്രണ്ട് ലൈനിങ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പുതിയത്. അപ്പോൾ അങ്ങനെ ചെയ്ത് ഫുള്ളായിട്ട് ചെയ്ത് വന്നപ്പോൾ വാച്ച് പോളിഷിങ് അടക്കം ടീമിൻ്റെ വാച്ച് പോളിഷിങ് അടക്കം ചെയ്ത് വന്നപ്പോൾ 53,000 53,000 രൂപ ടോട്ടൽ എമൗണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്ക്. മുന്നത്തെ ഇത് ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇങ്ങനെയായിരുന്നു മുന്നത്തെ ലുക്ക്. അത് മാറിയതേ ഈ ഒരു ലുക്കിലായി വണ്ടി. അത് സ്റ്റാൻഡേർഡ് ലുക്ക്, വേറെ ഒന്നും ട്രഡീഷണൽ ഒന്നും ചെയ്തിട്ടില്ല, സാധാരണ ഡിസൈർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ വണ്ടികൾ റീസ്റ്റോറേഷൻ നിങ്ങളുടെ വണ്ടികൾ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നമ്മുടെ എൻ്റെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും